ആരുടെ ചിന്തയാണോ സ്വയം ഭഗവാൻ ചെയ്യുന്നത്, അവർ അവരുടെ ചിന്ത എന്തിനാണ് ചെയ്യുന്നത്. പക്ഷേ സബ്ജക്റ്റ് ഇത്രത്തോളം സഹജമല്ല. അതോ സഹജമാണോ? സഹജമല്ല. പ്രാക്ടിക്കലായിട്ട് കുറച്ച് പരിശ്രമത്തിൻ്റെ ആവശ്യമുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ആരാണോ നിശ്ചിന്ത ചക്രവർത്തിയായി മാറുന്നത്, അവർ അനേക ജന്മം ചക്രവർത്തിയായിട്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഉയർന്ന സ്ഥലമാണ്. സ്വരാജ്യ അധികാരിയും ആവുക തന്നെ ചെയ്യണം. ബാബയുടെ മഹാവാക്യം എല്ലാവരും കേൾക്കാറുണ്ടല്ലോ. സ്വരാജ്യ അധികാരി എന്ന് പറയുന്ന അവരാണ്. അതിലൂടെ വിശ്വ മഹാരാജ്യ അധികാരിയായി മാറുക തന്നെ ചെയ്യും. ആരാണോ സഹജയോഗിയായി മാറുന്നത്, അവർക്ക് മാത്രമേ വിശ്വ മഹാരാജൻ ആയി മാറുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സഹജ യോഗി ആകുന്നതിന് വേണ്ടി നിശ്ചിന്തമായിട്ട് ആ വ്യക്തിയാണ് ഉണ്ടാകുന്നത് ലോകത്തിലും, അല്ലെങ്കിൽ അവരുടെ പക്കൽ സമ്പത്ത് വളരെയധികം ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആ വ്യക്തി വളരെയധികം ശക്തിശാലി ആയിരിക്കും. നമ്മളുടെ ഇവിടെയാണെങ്കിൽ ആരുടെ പക്കലാണോ ജ്ഞാനത്തിൻ്റെ സമ്പത്ത് വളരെയധികം ഉള്ളത്, ആരാണോ ജ്ഞാനത്തിൻ്റെ പോയിൻ്റ് വളരെയധികം യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, വളരെ സമയത്തിൻ്റെ അനുഭവം പ്രാക്ടീസ് ഉള്ളത്, അവർ ശക്തിശാലിയായി മാറുന്നു. അവരുടെ ചിന്ത വളരെയധികം കുറവായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചിന്തയുടെ കാര്യങ്ങളും വളരെ കുറച്ച് മാത്രമേ അവരുടെ പക്കൽ വരുന്നുള്ളൂ. ഇതൊരു വിശേഷ അനുഭവം ചെയ്യുക തന്നെ ചെയ്യണം. ഈ സ്ഥിതി വളരെ വലുതായിരിക്കണം. അപ്പോൾ നമ്മളുടെ ചിന്തകൾ വളരെയധികം കുറഞ്ഞായിരിക്കും. അപ്പോൾ അവരുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻ തന്നെ കുറച്ചായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ചിന്തിതരാകണം? നമ്മൾ വളരെ ശക്തിശാലിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നമുക്ക് മറികടക്കുവാൻ കഴിയണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യരുടെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പൂർണ്ണമാകുന്നതല്ല. അവിടെയാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളുടെ പരിവാരം എന്ന് പറയുന്നത് എല്ലാം വളരെ നല്ലതുപോലെ മുന്നോട്ട് പോകണം. പക്ഷേ ഒരു കുട്ടി തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഇന്ന് വളരെയധികം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ചിന്ത ഉണ്ടാകാറില്ലേ? അതോ ഉണ്ടാകത്തില്ലേ? അതോ നമ്മളതിനെ ഉപേക്ഷിച്ചേക്കുമോ? പറയൂ, തുറന്നു പറയൂ. നമുക്ക് നല്ല രീതിയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. പറയുന്നതിലൂടെ കാര്യങ്ങൾ നടക്കുകയില്ല. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, പ്രശ്നമില്ല. ചിന്ത വളരെ നല്ല രീതിയിൽ നടക്കുക തന്നെ ചെയ്യും, ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല, വളരെ വളരെ നല്ല രീതിയിൽ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ നിശ്ചിന്ത ജീവിതം, വളരെ നല്ല അഭ്യാസം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെയധികം സാധനങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ വളരെ വലിയ യാത്രയിൽ നമുക്ക് വിജയിയായി മാറുക തന്നെ ചെയ്യണം. ബാബ പറയാറുണ്ട് ഇതിനു വേണ്ടി വളരെ നല്ലൊരു മഹാവാക്യം. ഈ കഴിഞ്ഞ മുരളിയിൽ വന്നിട്ടുള്ളതാണ്. സാകാര മുരളിയിൽ വളരെ ഗഹരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ബാബ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, എന്നെ ഓർമ്മിക്കൂ, ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇത് മാത്രമല്ല, വളരെ വലിയ കാര്യങ്ങളാണ് ബാബ സാകാര മുരളിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പറയാറുണ്ട്, കുട്ടികളെ നിങ്ങളെ എൻ്റെ പക്കൽ ആക്കൂ, എൻ്റെ കൈകളിൽ അർപ്പണം ചെയ്യിപ്പിക്കൂ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. കേൾക്കുമ്പോൾ തന്നെ വളരെയധികം നല്ലതായിട്ട് തോന്നും. ഒരു മാസം മുൻപ് വന്നിരുന്നു. ഞാൻ എന്നെ പറയൂ, ഭഗവാന്റെ കൈ അർപ്പണം ചെയ്യുമോ? ചിന്തിച്ച് നോക്കൂ, വളരെ നല്ല രീതിയിൽ ചിന്തിക്കൂ. ഇന്ന് മുതൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു പരിധി വരെ ചിന്തയിൽ നിന്ന് മുക്തം ആകേണ്ടത് വളരെയധികം ആവശ്യമുള്ളതാണ്. എല്ലാ ചിന്തകളും കുറേശ്ശെയായിട്ട് പോകും. പുതിയ ചിന്തകളും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ഒരു വിധി പഠിക്കണം. നമുക്ക് നമ്മളുടെ ചിന്തകളുടെ ആ ഒരു പ്രഭാവത്തിൽ നമുക്ക് മുക്തമാകണം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരണം. അതിൽ ജ്ഞാനത്തിൻ്റെ ബലം വളരെയധികം ആവശ്യമാണ്.
യോഗത്തിൻ്റെയും ബലം വളരെയധികം ആവശ്യമാണ്. വളരെ നീണ്ട യാത്രയിൽ ആണ് ഇത് നല്ലൊരു പ്രാക്ടീസ് നമുക്കുണ്ടാകണം. നമുക്ക് ഭാവിയുടെ കൈകളിൽ അർപ്പണം ചെയ്യണം. ഇതിൽ ഈ കാര്യമല്ല നമ്മൾ സ്ഥൂല രൂപത്തിൽ സമർപ്പണമായി അതിന് യാതൊരുവിധ മഹത്വവുമില്ല. എത്രത്തോളം നമ്മൾ ഭാവിയിൽ അർപ്പണം ചെയ്യുന്നുവോ അതിലാണ് മഹത്വം. വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് നല്ലതാണോ അതോ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണോ? വളരെ നല്ലതാക്കി നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കണം. ഇവർ നല്ലതാണ് പറഞ്ഞത്, വളരെ നല്ലതാണ് വരുന്നത്. ഭാവിയുടെ ശബ്ദത്തിന് മേൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഭാവിക്ക് വളരെ തെറ്റായതാർക്കും പറയുവാൻ സാധിക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വിനാശം എന്ന് വളരെ സേഫായിട്ടുള്ളതാണ്, സത്യമായിട്ടുള്ളതാണ്. പറയും ഈ വിനാശം എന്ന് പറയുന്നത് വളരെയധികം മംഗളകാരിയാണ്. സാകാര മുരളിയിൽ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മഹാവിനാശം വളരെയധികം സുഖകാരിയാണ്. അപ്പോൾ നമ്മൾ ഭവിഷ്യത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആവാഹനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല ദിവസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് അത് വളരെ നല്ലതുമായിരിക്കും. പക്ഷേ നല്ലത് വരുന്നതിന് മുൻപ് കുറച്ച് പ്രശ്നങ്ങൾ നിറഞ്ഞതും ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ വരും. അതുകൊണ്ട് വളരെ നീണ്ട സമയം ഞാൻ എന്ന ഭാവത്തെ സമാപ്തമാക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. വളരെ ഞാനെന്ന ഭാവത്തിൻ്റെ വിസ്താരവും വളരെ വലുതാണ്. കന്യകമാരുള്ള ഇപ്പോഴത്തോട്ട് പോരും. കന്യകമാരുടെ വിസ്താരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ ഇത് സൂക്ഷ്മ രൂപത്തിൽ ഇതിൻ്റെ മേൽ ചിന്തനം ചെയ്യണം. വലിയ വലിയ രൂപത്തിലുള്ള ഞാനെന്ന ഭാവത്തെ നമുക്ക് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. വളരെ ശക്തിശാലിയായിട്ടുള്ള അഭ്യാസം നമുക്ക് ചെയ്യണം. ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു. 5 വർഷത്തിന് മുകളിൽ ജ്ഞാനത്തിലുള്ള ആരൊക്കെയുണ്ട്? ഞാൻ ആ രീതിയിൽ സംസാരിക്കാൻ കഴിയും. വളരെയധികം പേരുണ്ട്. 10 വർഷത്തിന് മുകളിൽ എത്ര പേരുണ്ട്? അതും വളരെയധികം പേരുണ്ട്. 2 വർഷത്തിൽ താഴെയുള്ള എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. ശരി. എന്തുകൊണ്ടെന്നാൽ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ കേൾക്കും. ആരെങ്കിലും പുതുതായിട്ട് വന്നത് ജ്ഞാനത്തിലുണ്ടെങ്കിൽ അവരുടെ തലയിൽ നിന്ന് പറയുന്നതൊന്നും കയറുകയില്ല. ഇനി നമുക്ക് ഹോംവർക്ക് ചെയ്യാം. എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, വേണമെങ്കിൽ പോയിട്ട് ചെയ്താൽ. എവിടെയാണ് ഞാനെന്ന ഭാവം വരുന്നത്? ഞാൻ തുടങ്ങുകയാണ്. കുറച്ച് കാര്യങ്ങൾ. എൻ്റെ പരിവാരം, എൻ്റെ കുട്ടികൾ, എൻ്റെ ജോലി, എൻ്റെ പൈസ, എൻ്റെ ജ്വല്ലറി. മാതാക്കൾക്ക് ഇത് കുറച്ച് കൂടുതലാണ്. ഓരോ കാര്യങ്ങളിലും എൻ്റേത് എന്ന ഭാവം. എൻ്റേത് ശരീരം. ആദ്യം വരുന്നത് ശരീരത്തിൻ്റെ കാര്യമാണ്. ഈ ശരീരത്തിൽ നമുക്ക് ഡിറ്റാച്ച് ആകണം. ഈ ശരീരത്തിൽ ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം ക്രമേണ നമുക്ക് ഡിറ്റാച്ചായി മാറാൻ സാധിക്കും. തൻ്റെ വസ്തുക്കൾ മനുഷ്യർക്ക് ആസക്തി കുറച്ച് കൂടുതലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വളരെയധികം സമയമായിട്ട് നമ്മുടെ കൂടെയുള്ളതാണ്. എൻ്റെ പക്കൽ ഒരു ചെറിയ പേനയുണ്ട്, വളരെ നല്ലതുപോലെ എഴുതാൻ കഴിയുന്നതാണെങ്കിൽ അതിലൂടെ നമുക്ക് ആസക്തി ഉണ്ടാകാറുണ്ട്. അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറി ഒന്നും കാണാതെ പോയി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതെവിടെയാണ് വെച്ചിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, വളരെ നല്ല പേനയായിരുന്നു. അപ്പോൾ എൻ്റേത്. പിന്നെ ഭാവിയുടെ മഹാവാക്യം. എവിടെ നിന്നാണോ ഈ കാര്യം വളരെ അധികം ബാബ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത്, അത് ഭാവിയുടെ മഹാവാക്യമായിരുന്നു. 10-15 വർഷത്തിന് മുൻപുള്ളതാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചു 3-4 ദിവസം മുൻപ്. അപ്പോൾ അവ്യക്ത ബാബ്ദാദ വന്നിരുന്നു. അപ്പോൾ ബാബ ഈ ശബ്ദം പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. എൻ്റേതിനെ നിൻ്റേതിലോട്ട് പരിവർത്തനം ചെയ്യൂ. എൻ്റേതിനെ നിൻ്റേതിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലൂടെ ചിന്തകൾ എല്ലാം ഭാവിക്ക് കൊടുത്തേക്കൂ. അങ്ങനെയായി മാറൂ. അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിന്ത ചക്രവർത്തിയായി മാറുവാൻ സാധിക്കും. ഇത് മഹാവാക്യമായിരുന്നു. ഒരു ലൈൻ ഇതുകൂടിയുണ്ട്. ചിന്ത ഭാവിക്ക് കൊടുത്തിട്ട് ഫക്കുർ എന്ന് ഈശ്വരീയ നശ. അപ്പോൾ നിങ്ങൾ ആവുക തന്നെ ചെയ്യും. നിശ്ചിന്ത ചക്രവർത്തിയായി മാറുക തന്നെ ചെയ്യും.
അപ്പോൾ ഇതിന് വളരെ നല്ലൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ എന്താണ് നമുക്കുണ്ടാകേണ്ടത്? അപ്പോൾ ഇത് എല്ലാ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആരാണ് എനിക്ക് സഹായം തരുന്നത്? ആരാണ് എൻ്റെ കൂടെയുള്ളത്? ഈ ഒരു ശബ്ദം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു ശബ്ദം എല്ലായ്പ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ആരാണ് എൻ്റെ കൂടെ ഉള്ളത്? ആരാണ് എന്നെ സഹായിക്കുന്നത്? ആരാണ് എൻ്റെ കൂടെ നിന്നുകൊള്ളാം എന്ന് വാഗ്ദാനം എനിക്ക് തന്നിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അഭ്യാസം നമുക്ക് ചെയ്യണം. 7:30 വരെയാണ്. എല്ലാവരും മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഭാവിക്ക് കൊടുത്തേക്കണം. എന്തുകൊണ്ടെന്നാൽ നിശ്ചിന്തമായിരിക്കുവാൻ വേണ്ടിയുള്ള. അപ്പോൾ ഭാരരഹിതമായിരിക്കുക, ശക്തിശാലിയായിരിക്കുക. ഭാരരഹിതമായിരിക്കുന്നതിൻ്റെയും വളരെയധികം ആവശ്യകതയുണ്ട്. ഈ ലോകത്ത് ബ്രാഹ്മണരിൽ വളരെ കുറച്ച്, പക്ഷേ ലോകത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ വ്യക്തിയും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു ഭാരത്തിലാണ് അമർന്നിരിക്കുന്നത്. ചിലർക്ക് ആണെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ട് എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞത് തെറ്റായിട്ടുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ പക്കൽ വരാറുണ്ട്. ഒരു വ്യക്തി വന്നിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ മറക്കുവാൻ സാധിക്കുന്നില്ല. കുട്ടിക്കാലത്ത് അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അത് എൻ്റെ മനസ്സിൽ അത്രത്തോളം നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ പിക്ചർ തിരിയുന്നത് പോലെ അതിൽ നിന്ന് എനിക്ക് മുക്തമാക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞു പോയതിൻ്റെ ആ ഒരു ഭാരം, അതിനിൽ നിന്ന് എനിക്ക് മുക്തമാകണമെങ്കിൽ, അല്ലെങ്കിൽ വർത്തമാനത്തിൽ ആരെങ്കിലും എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു, തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ പെട്ടുകിടക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ. എല്ലാവരും ചിന്തിക്കണം. കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. പരിവാരത്തിൽ, കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ചിലർക്കാണെങ്കിൽ അമ്മായിയമ്മ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. ആരും തെറ്റായിട്ടൊന്നും ചിന്തിക്കേണ്ട. ചിലർക്കാണെങ്കിൽ മരുമകളായിരിക്കാം, ചിലർക്കാണെങ്കിൽ കുട്ടികളായിരിക്കാം, ചിലർക്കാണെങ്കിൽ അച്ഛനായിരിക്കാം. അച്ഛൻ കൂടുതലാണ്, അമ്മ കുറവാണ്. അച്ഛന്മാരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർ തെറ്റായിട്ടും ചിന്തിക്കരുത്. ചില മക്കൾ കേൾപ്പിക്കാറുണ്ട്, ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ എപ്പോഴാണോ ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നത് അപ്പോൾ മുതൽ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതോടുകൂടി എൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ മാനസിക ലെവൽ തന്നെ കുറച്ച് വേറെയായി മാറിക്കഴിഞ്ഞു വ്യർത്ഥങ്ങളുടെ. അപ്പോൾ പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഇവിടെ വരാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, അവരോടെന്തെങ്കിലും സംസാരിച്ചു. എല്ലായ്പ്പോഴും ഒരു ദബാവിലാണ് ഞാനിരുന്നത്. എല്ലായ്പ്പോഴും ആ ഒരു ദബാവിലാണ് തരുന്നത്. ഈ സമയത്ത് എല്ലാവരും സ്വതന്ത്രമായിട്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വതന്ത്രതയിലും പൂർണ്ണമായിട്ടും വിടുവാൻ ആഗ്രഹിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുകയില്ല. പക്ഷേ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇഫക്റ്റ് വളരെ വലുതാണ്. വേറെയും പല പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വീടുകളിൽ വളരെയധികം അമ്മമാർ പ്രശ്നങ്ങൾ വളരെയധികം സംഭവിക്കുന്നുണ്ട്. കൊറോണ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കി. വളരെ നല്ലതും ചെയ്തു, വളരെ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. പക്ഷേ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. മൊബൈലിൻ്റെ കാര്യത്തിലും വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് വളരെയധികം പേര് അടിമപ്പെട്ടു. അമ്മമാർ കേൾപ്പിക്കാറുണ്ട്, ചെവികളും കണ്ണുകളും തലച്ചോറിൻ്റെ മേലും വളരെയധികം ഡിപ്രഷനിൽ കൊണ്ടുവന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചുറ്റിക്കറങ്ങുക, നടക്കുക, പോകുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കൂടുക, വളരെയധികം സന്തോഷത്തോട് വീട്ടിൽ വരിക, ഇതും ഇതിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ചിലയിടത്താണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 3-4 കേസുകൾ എൻ്റെ അടുത്തും വന്നു. 1-2 കന്യകമാരുടെ. വലുതാണ്, നല്ല പദവിയിലാണ് ഇരിക്കുന്നത്. അമ്മയാണെങ്കിൽ എന്നോട് കൂടി തെറ്റായ ഒരു ഏർപ്പാടാണ് എന്നോട് തന്നത്. സഹോദരങ്ങളോട് വളരെയധികം സ്നേഹം കാണിച്ചു, എന്നെ ഒരു വേർതിരിവ് കാണിച്ചു. അപ്പോൾ ചെയ്യുന്നവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷേ എപ്പോഴാണ് നമ്മളുടെ മസ്തിഷ്കത്തിൽ തെറ്റായ ഒരു ഭാവന ഇരിക്കുന്നത്, അപ്പോൾ അവർക്ക് അതോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. വളരെ ഒരു പ്രശ്നമായിട്ട് മാറി. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ പൈസ വളരെയധികം ഉണ്ട്, നല്ല പദവിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
പക്ഷേ ആ ഒരു നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിൽ ആ ഒരു എഫക്റ്റ് അവരെ ബാധിച്ചിരിക്കുകയാണ്, അത് അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയണം. ഇനി നമുക്ക് അതിനുവേണ്ടി ഒരു പ്രാക്ടീസ് ചെയ്യണം. എന്തൊക്കെയാണോ മനസ്സിൻ്റെ മേൽ ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ നിറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഭാവിക്ക് അർപ്പണം ചെയ്യണം. നമ്മൾ നേരെ പോവുകയാണ് സൂക്ഷ്മലോകത്തിലോട്ട്. നമ്മളെ ഈ ഒരു അനുഭവം ചെയ്യണം. ഞാൻ ആകാശത്തിന് മുകളിൽ സൂക്ഷ്മ ലോകത്തിൽ ആണ്. ബാബ തൻ്റെ തലയ്ക്ക് മുകളിൽ കൈവച്ചിരിക്കുകയാണ്. അതോടൊപ്പം എന്നോട് പറയുകയാണ്, മക്കളെ ഡബിൾ ലൈറ്റ് ആകൂ, ഭാരരഹിതമാകൂ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ കൂടെ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം ദൃഷ്ടിയെടുത്ത് ഞാൻ തിരികെ വരികയാണ്. ഓം ശാന്തി. എല്ലാ ദിവസവും ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും ചെയ്യുക തന്നെ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ ചെയ്യണം, വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പകൽ സമയം ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക. എന്താണ് പ്രാക്ടീസ്? അത് എന്തൊക്കെ ഭാരമാണ് നമ്മളുടെ മനസ്സിന് മുകളിൽ കയറുന്നത്? ബാബയോട് സംസാരിക്കുമ്പോൾ ബാബയോട് പറയണം, സത്യമായ ഹൃദയത്തോടു കൂടി ഇത് അങ്ങ് എടുത്തുകൊള്ളൂ, അങ്ങ് ഇതിനെ ശരിയാക്കൂ. പക്ഷേ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? മുകളിൽ കേൾക്കുന്നത് അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പറയാറുണ്ട് എല്ലാവരും, വളരെയധികം പറയാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബാബയോട് പറയാറുണ്ട്, പക്ഷേ ബാബ കേൾക്കാറേയില്ല. അപ്പോൾ ആരുടെയാണ് കേൾക്കുന്നത്? പറയുന്നത് ഹൃദയം കൊണ്ട് തന്നെയാണ്. പറയൂ, ഓരോരുത്തരും പറയൂ, എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. ആരാണോ ബാബയോടുകൂടി വളരെ ഗഹനമായിട്ടുള്ള സംബന്ധം വെച്ചിരിക്കുന്നത്, ബാബയുടേത് ആരാണോ കേൾക്കുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ മാത്രമേ ബാബയും കേൾക്കുകയുള്ളൂ. നമ്മൾ തന്നെ ബാബ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിലോ? ബാബ എല്ലാ ദിവസവും പറയാറുണ്ട്, മക്കളെ ആർക്കും ദുഃഖം കൊടുക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ കേൾക്കാറേയില്ല എങ്കിലോ? ദുഃഖം കൊടുക്കുന്നതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നതെങ്കിലോ? അപ്പോൾ ബാബ സുനെ കേൾക്കുമോ? അതുകൊണ്ട് എൻ്റെ എല്ലാം അങ്ങയുടേതാണ്. എപ്പോഴാണോ ഈ കാര്യം ബാബ പറയുന്നത്, അപ്പോൾ കൂടുതലും സഹോദരി സഹോദരന്മാർ ധനത്തെ പറ്റിയാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ധനത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഭഗവാന് ധനത്തിന് എന്ത് ആവശ്യകതയാണുള്ളത്? ഈ ഭൂമിയിൽ സ്വർണത്തിൻ്റെയും രക്തങ്ങളുടെയും മഴയാണ് പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പേപ്പറിൻ്റെ നോട്ട് എന്താ നോ വാല്യൂ ആണ് അതിന്. കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളാണ് ഭഗവാൻ നമ്മൾ അർപ്പണം ചെയ്യേണ്ടത്. നമ്മളുടെ വാസനകളെ, തൻ്റെ തെറ്റായ സംസ്കാരങ്ങളെ, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ നമ്മൾ വർദ്ധിപ്പിച്ചു വച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യം നമ്മളോട് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ അത് വളരെ നല്ല സുന്ദരമായിട്ടുള്ള സാരമായിരുന്നു. ബുദ്ധിയെ സ്വച്ഛമാക്കി വയ്ക്കുക. ഇത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നൊരു കാര്യമല്ല. എൻ്റെ പക്കൽ ഒരു മാതാക്കളുടെ ഗ്രൂപ്പ് വന്നിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ബട്ടി നടക്കുകയായിരുന്നു. ബട്ടിയിൽ എന്താണ് നിങ്ങൾ പഠിച്ചത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഏതെല്ലാം ആൾക്കാരെയായിരുന്നു കുടിയിരുത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ കുടിയിരുത്തേണ്ടത് ബാബയായിരുന്നു. പക്ഷേ ആരെയൊക്കെയാണ് ഞാൻ കുടിയിരുത്തിയത്? അപ്പോൾ ഈ കാര്യം ഞാൻ പഠിച്ചു.
അപ്പോൾ ഒരേ ഒരു അവസരമാണ് എനിക്ക് ഭഗവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുവാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം എനിക്ക് എടുക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് ഭഗവാനോട് സംസാരിക്കണം, ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു കാര്യം എല്ലാ ദിവസവും നമ്മളോട് ചെയ്യണം. ബാബ പറയുന്നുണ്ട്, കുട്ടികളെ, ഞാൻ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് വതനത്തിൽ പോയി വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് അതെടുക്കുക? ഞാനെപ്പോഴും ഇത് ചിന്തിക്കുമായിരുന്നു. ഞാനെപ്പോഴാണ് ഇത് കേട്ടത്? ബാബയെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കണം. നിങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കാറില്ലേ? ബാബയെ പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ച് വിടണം. ബാബയെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ബാബയുടെ പക്കൽ ഒന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും എല്ലാം കൊടുത്തതിന് ശേഷം ബാബ സമ്പന്നം തന്നെയാണ്. മൊത്തം ലോകത്തുള്ളവരെയും സമ്പന്നമാക്കി കഴിഞ്ഞാലും ബാബയുടെ പക്കൽ വീണ്ടും ശക്തി അഥാകം എണ്ണമറ്റ രീതിയിലുള്ളതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒഴിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹത്തിൻ്റെ എല്ലാ ഖജനാവുകളെയും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. അപ്പോൾ ആരുടെ ബുദ്ധിയാണോ ഒഴിഞ്ഞത് അവർക്ക് മാത്രമേ നിറയ്ക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ മുതലേ നമ്മുടെ ബുദ്ധി നിറച്ചു വച്ചിരിക്കുകയാണെങ്കിൽ എവിടെ നിറയ്ക്കുവാൻ സാധിക്കും? ആരാണോ ബുദ്ധിയെ ഖജനാവുകളാലും സമ്പന്നമാക്കുന്ന അവരാണ് ബാദ്ഷാഹി ചക്രവർത്തിയായി മാറുന്നത്. കഴിഞ്ഞ മുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. വളരെ സുന്ദരമായിട്ടുള്ള കാര്യമാണ്. അവ്യക്തമുരളി നടന്നിരുന്നു. അപ്പോൾ ബാബ സ്വയം ഓഫർ ചെയ്യുകയാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം പറയുകയാണ്, ഭാരം നിങ്ങൾ എനിക്ക് തരൂ. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്? എത്ര സുന്ദരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ കൈ നമ്മളുടെ മുന്നിൽ നീട്ടുകയാണ്, തന്നുകൊള്ളൂ, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എനിക്ക് തന്നുകൊള്ളൂ. പക്ഷേ സ്വയം പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ട് തരാത്തത്? തരുന്നോ ഇല്ലയോ? പറയൂ. പുറകിലിരിക്കുന്നവർ പറയൂ. കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, കൊടുക്കുമോ? അപ്പോൾ ഇന്നു മുതൽ കുട്ടികളുടെ മേലുള്ള ചിന്തകൾ, ഭാവിയുടെ ജോലികളുടെ മേലുള്ള ചിന്തകൾ, എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ഭാവിക്ക് കൊടുത്ത് നമ്മൾ ഭാരരഹിതമായിട്ടിരുന്ന് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയല്ല, എല്ലാം കൊടുത്തു, ഇനി നമുക്ക് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും എല്ലായ്പ്പോഴും. നമ്മളുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നമ്മളുടെ എഫിഷ്യൻസി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ടാലൻറ്റ് വർദ്ധിക്കും, നമ്മളുടെ യോഗ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ഭാരരഹിതമാക്കി വയ്ക്കണം. നോക്കൂ, രണ്ട് കാര്യങ്ങൾ നോക്കൂ. കുട്ടികളുടെ കാര്യങ്ങൾ. തൻ്റെ കുട്ടികൾ ഒന്നും ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്താണ് ചെയ്യാൻ കഴിയുക? എന്ത് അനുഭവമാണ് മാതാക്കൾക്കുള്ളത്? പറയൂ. കുട്ടികൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അവരെ വഴിതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഭാവിക്ക് അർപ്പണം ചെയ്യുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇടയിൽ എന്ത് വഴിയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക തന്നെ വേണമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, പരിവാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൻ്റെതാണ് പറയുന്നത്. അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഏതെങ്കിലും ജോലിയുടെ കാര്യങ്ങൾ വരാറുണ്ട്, കൊറോണയുടെ കാര്യങ്ങൾ. വളരെയധികം പേർക്ക് ദുഃഖങ്ങളുണ്ടായി, വളരെയധികം പേർ എല്ലാം നഷ്ടപ്പെട്ടു. വളരെയധികം പേർ ബാങ്കിൽ നിന്നും വലിയ ലോണുകൾ എടുത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന കമ്പനികൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബാങ്കുകാർക്ക് ലോൺ തിരിച്ചടക്കേണ്ടതായിട്ട് വന്നു. പരിവാരത്തിൽ ഇത്രയും വലിയ ജോലികൾ ചെയ്തു. 4 കോടി രൂപ ഓരോ മാസം കൊടുക്കേണ്ടതായിട്ട് വന്നു. 4 കോടി രൂപ കൊറോണയ്ക്ക് മുകളിൽ. 2019 കാര്യമാണ്. എവിടെ നിന്ന് കൊണ്ടുവരും ഇത്? എല്ലാം വിറ്റു. വലിയ ഹോട്ടലുകളുണ്ടാക്കി. 25 മഞ്ചിൽ ഉയർച്ചയുള്ള 5 സ്റ്റാർ ഹോട്ടലുണ്ടാക്കി. പക്ഷേ അതിന് എടുക്കുവാൻ ആരുമില്ല. അപ്പോൾ പരിസ്ഥിതികൾ വരാറുണ്ട്. അപ്പോൾ ഓർമ്മ വയ്ക്കണം, ഇതിൻ്റെ ഇടയിലുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാണ്. തൻ്റെ സ്ഥിതിയെ ഒരിക്കലും ഇത്രത്തോളം ശ്രേഷ്ഠമാക്കി വയ്ക്കണം. ആ പരിസ്ഥിതി നമ്മളെ വിചലിതമാക്കാൻ പാടില്ല. ഇത് ഭഗവാന്റെ വാക്യങ്ങളാണ്, മഹാവാക്യങ്ങളാണ്. ആരാണോ സ്വയത്തെ സംരക്ഷിക്കാൻ പഠിച്ചിട്ടുള്ളത്, തൻ്റെ സ്ഥിതിയെ സംരക്ഷിച്ച് നിർത്താൻ പഠിച്ചിട്ടുള്ളത്, പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്, അവർക്ക് എല്ലാത്തിനെയും സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും. തൻ്റെ സ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയാത്തവർ
ആഗ്രഹിച്ചാൽ പോലും ഒന്നും സംരക്ഷിക്കാൻ സാധിച്ചുവെന്ന് വരികയില്ല. ശരിയാണോ ശരിയല്ലയോ നിങ്ങൾ പറയൂ. തൻ്റെ സ്ഥിതിയെ സംരക്ഷിക്കാൻ ആർക്കാണോ കഴിയുന്നത് അതിനുവേണ്ടി ജ്ഞാനത്തിൻ്റെ ബലം വളരെയധികം ആവശ്യമാണ്. അതോടൊപ്പം യോഗത്തിൻ്റെ ബലവും വളരെ ആവശ്യമാണ്. ജ്ഞാനത്തിൽ ഡ്രാമയുടെ ജ്ഞാനത്തിൽ ഒരു കാര്യം ബാബ കേൾപ്പിക്കാറുണ്ട്. എല്ലാം മംഗളകാരി ആണ്. നോക്കൂ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ മഹാവാക്യത്തെ. എല്ലാം മംഗളകാരിയാണ്. നമുക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ. ഈ ഒരു കാര്യമല്ലേ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. പിന്നെ ഭഗവാൻ പറയാറുണ്ട് എല്ലാം മംഗളകാര്യം തന്നെയാണ്. അപ്പോൾ ആരുടെയാണ് നമ്മൾ കേൾക്കുന്നത്? കുറച്ച് ഒരു സമാധാനം നമ്മൾ കൊടുക്കണം. ഇതിനുവേണ്ടി ബാബ വളരെ മുന്നിൽ തന്നെ വളരെ നല്ല കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കണം. കുറച്ച് സമാധാനത്തോടെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ഈ അകല്യാണത്തിൻ്റെ അമംഗളത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയോ മംഗളങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ ആ മംഗളത്തെ നോക്കൂ, അല്ലെങ്കിൽ പിന്നെ ആ പർദ, ആ കർട്ടൻ മാറുന്നതിന് വേണ്ടിയുള്ള സമയം വരെ നിങ്ങൾ കാത്തു നിൽക്കൂ. എല്ലാം അപ്പോൾ വളരെ ഒരു ടൈറ്റാനിക് എക്സിബിറ്റ് ഉണ്ടായിരുന്നു. അത് എന്താണ് താന്നു പോയത്. അപ്പോൾ അതിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി വളരെയധികം വലിയ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിലെല്ലാവരും ബുക്ക് ചെയ്യുകയായിരുന്നു. ഒരു കിസാൻ പരിവാരമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലുള്ള. അപ്പോൾ പാവം തൻ്റെ സമ്പത്തുകളെല്ലാം വിറ്റു. എന്തൊക്കെയാണോ തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചത് തൻ്റെ പരിവാരത്തിന് വേണ്ടി സീറ്റ് ബുക്ക് ചെയ്തു അതിൽ. പക്ഷേ ഒരു ദിവസം മുൻപ് തന്നെ അയാളുടെ മകൻ ഇത്രത്തോളം അസുഖത്തിൽ പെട്ടുപോയി. എല്ലാവർക്കും യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ആ പൈസയും തിരികെ കിട്ടുന്നതല്ല, റീഫണ്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ വിചാര ഒറ്റയ്ക്ക് എത്തിച്ചേർന്നു. ഷിപ്പിനെ പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഭഗവാനെ ചീത്ത വിളിക്കുകയായിരുന്നു. നീ എൻ്റെ കൂടെ എന്താണ് ചെയ്തത്? എൻ്റെ സമ്പത്തി മൊത്തം പോയില്ലേ? അപ്പോൾ 3-4 ദിവസത്തിന് ശേഷം ഈ സമാചാരം അയാൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഈ വാർത്ത അയാൾക്ക് കേട്ടു. അപ്പോൾ ഭഗവാന് ആശംസകൾ പറയുകയും ചെയ്തു. അങ്ങ് എന്നെ വളരെയധികം സംരക്ഷിച്ചു. വാ പ്രഭു, അങ്ങയുടെ ലീല അപാരമാണ്. വളരെയധികം കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നമ്മൾ ഈ വർത്തമാൻ ഇഫക്റ്റിനെ മാത്രമാണ് നോക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ വലിയ ഇഫക്റ്റാണ്. ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ മേൽ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആരാണോ നമ്മളുടെ കൈ പിടിച്ചിരിക്കുന്നത്, ആരുടെ കൈയാണോ നമ്മൾ പിടിച്ചിരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയില്ല. നമ്മളുടെ കാര്യങ്ങളൊന്നും അദ്ദേഹം കേൾക്കുകയില്ല, നമ്മളെ സഹായിക്കാതിരിക്കും. വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ആവശ്യമാണ്. ഉണ്ടാവുകയില്ല അദ്ദേഹം നമ്മളെ സഹായിക്കാതിരിക്കുക. ഇത് ബാബയുടെ മഹാവാക്യമാണ്. പക്ഷേ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. നമ്മുടെ ബുദ്ധിയിൽ സ്വച്ഛതയില്ലാത്ത കാരണത്താൽ ആ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരാറില്ല. അതുകൊണ്ട് നിശ്ചിന്ത ചക്രവർത്തി ആകണമെങ്കിൽ വളരെ കുറച്ച് നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. ബാബ നമുക്ക് ഡാൽ റൊട്ടി കഴിപ്പിക്കുക തന്നെ ചെയ്യും. കഴിപ്പിക്കുമോ ഇല്ലയോ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ വിശന്ന് മരിക്കുകയൊന്നുമില്ലല്ലോ. ബാബ വളരെ നല്ല കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ബാബയ്ക്ക് ഭോഗ വയ്ക്കാറില്ലേ? അപ്പോൾ ബാബ വിശന്നിരിക്കാറില്ല. അപ്പോൾ കുട്ടികൾ എങ്ങനെ വിശന്നിരിക്കും? ഒരു മുരളിയിൽ ബാബ വളരെയധികം ചിരിയുടെ കാര്യം പറഞ്ഞു തന്നു. കുട്ടികളാണെങ്കിൽ ഓരോ ദിവസം എത്രത്തോളം ഭോഗമാണ് എന്നെ കഴിപ്പിക്കുന്നത്, എന്നിട്ട് ഞാൻ വളരെ തടിയനൊന്നും ആകുന്നില്ലല്ലോ. ബാബ വളരെയധികം ചിരിപ്പിക്കാറൊക്കെ ഉണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബാബയ്ക്ക് മേൽ പൂർണ്ണ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഈ തെറ്റായ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാര്യം നല്ലത് തന്നെയാണ്, പക്ഷേ അത് കുറച്ച് അശുഭമായിട്ടുള്ളതുമാണ്. പറയട്ടെ, സ്വയത്തെ തയ്യാറാക്കണം. എന്തൊക്കെയാണോ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നത് അതെല്ലാം സമാപ്തമാകുന്നത് തന്നെയാണ്. ചിന്തിച്ച് നോക്കൂ, കണ്ണുകൊണ്ട് കണ്ടെല്ലാം കാണുന്നില്ലേ?
ബോംബെ അവസാനമേ പോവുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ദുഃഖിക്കുകയൊന്നും വേണ്ട. സാഗരത്തിന് സമീപമാണെന്ന് വെച്ച് പെട്ടെന്നൊന്നും പോവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഒരു രഹസ്യം തന്നെയുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത് അതിന് ടെൻഷനാകേണ്ട ആവശ്യമില്ല. 30 ഡിഗ്രി ആംഗിളിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇത് നേരെയാകുന്നത്? അപ്പോഴാണ് ഈ ഭൂമി ഇളകി മറിയുന്നത്. അപ്പോഴാണ് ഈ സമുദ്രം ഇവിടെ നിന്ന് അവിടോട്ടുമാകുന്നത്. ഇത് വളരെയധികം ആൾക്കാരുടെ ഒരു ചിന്തനമായിരുന്നു. ഈ അറബ് കൺട്രിയുടെയും ഭാരതത്തിൻ്റെ ഇടയിൽ ഒരു സമുദ്രമുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഭൂമിയായിട്ട് മാറും. ഭാരതത്തിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഭൂമി വളരെയധികം നേരെയാകുന്നത് അവസാന സമയത്താകും. ബോംബെയിലുള്ളവർക്ക് ഇതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യമാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടിരിക്കും, വളരെയധികം നിശ്ചിന്തമായിട്ടിരിക്കും, കഴിച്ചു കുടിച്ച് സന്തോഷമായിട്ടിരിക്കും. നിങ്ങളെല്ലാവരും കുറച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സമ്പൂർണ്ണമായിട്ടുള്ള ഈ രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കുക തന്നെ ചെയ്യണം. ഭാരതത്തിൻ്റെ മുഖ്യഭാഗവും സമുദ്രത്തിൽ പോവുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഈ സാഗരം അറബ് കൺട്രി എന്ന് പറയുന്നത്, ഈ അറബ് കൺട്രിയിൽ വജ്രവും സ്വർണവും വളരെയധികം ഉണ്ട്. ഇതെല്ലാം എവിടെയാണ് വരുന്നത്? എല്ലാം ഇവിടെ വരിക. അപ്പോൾ ബോംബെയിലുള്ളവരുടെ ഭണ്ഡാര വളരെയധികം സമ്പന്നമാവുക തന്നെ ചെയ്യും. ഇത് വളരെ പെട്ടെന്നൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അത് ഹിന്ദു മഹാസാഗരം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഇത് ചെറുതാണ്. നമ്മൾ ദുബൈയിൽ പോയിരുന്നു. ചെറിയൊരു മ്യൂസിയം അതിനകത്ത് കാണിച്ചിരുന്നു. ഭാരതത്തിൻ്റെ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വിദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴിപ്പോൾ തന്നെയാണ് വലുതായത്. നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. താലിബാനികൾ വന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. ഓരോരുത്തരുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. അവരവരുടെ കണക്കുകളും തീർത്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഇനി മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം മംഗളകാരിയായ കാര്യങ്ങളാണ്. ഇതെല്ലാം ഓരോരോ കർമ്മക്കണക്കുകളാണ്. ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ നിശ്ചിന്ത ചക്രവർത്തി ആവുക തന്നെ ചെയ്യണം. എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചിന്ത നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതിനെപ്പറ്റി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും എഴുതി കൊടുക്കണം. ഈ കാര്യം വന്നു, അങ്ങ് ഇതിനെ എടുത്തുകൊള്ളൂ. പക്ഷേ നമ്മളിലും ബാബയുടെ മേൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിശ്ചയം എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. നിശ്ചയം എല്ലാവരിലുമുണ്ട്. ഭഗവാൻ വന്നിട്ടുണ്ട്, ജ്ഞാനം തരുന്നുണ്ട്, വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും, സ്വർഗം വരും, ഇതെല്ലാം എല്ലാവർക്കുമുണ്ട്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ബാബ ചെയ്യുക തന്നെ ചെയ്യും. ഒരു കുമാരൻ എന്നെ അനുഭവം കേൾപ്പിച്ചിരുന്നു. സൂരത്തിലുള്ളതായിരുന്നു. ക്യാൻസർ ഉണ്ടായി അയാൾക്ക്. അപ്പോൾ നടുവിൻ്റെ റീഡിൻ്റെ അടിയിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമായിരുന്നു. ആ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ആർക്കും ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. 3-4 പേർ അവരെ പിടിക്കും. വളരെ ഒന്നനങ്ങാൻ പോലും സാധിക്കുകയില്ല. ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു, പുറത്ത് വന്നതേയില്ല. ആരും അകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. ഡോക്ടർമാരും വളരെയധികം ദുഃഖിതരാണ്, മനുഷ്യരല്ലേ. രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തു, അപ്പോൾ അതിലും വന്നില്ല. അപ്പോൾ ഡോക്ടറും ചിന്തിക്കാൻ തുടങ്ങി, ഇനി എന്താണ് ചെയ്യുക? ഈ പേഷ്യൻറ്റിന് വളരെയധികം ദുഃഖം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബാബ, മറ്റാർക്കും വരാൻ സാധിക്കില്ല, പക്ഷേ അങ്ങേ വരാൻ ആരാണ് പിടിച്ചു നിർത്തുക? അങ്ങ് കയറി വരൂ. അയാൾ പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം, ഇനി നിങ്ങൾ എടുക്കൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ വിളിച്ചു, അദ്ദേഹം വന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യൂ. 3ാമത്തെ പ്രാവശ്യം യാതൊരുവിധ പ്രയാസവും കൂടാതെ ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻ്റെ അനുഭവം വളരെ നല്ലതായിരുന്നു. വലിയ പ്രായമൊന്നും ഉള്ളതല്ല, വെറും 25 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാബയുടെ മേൽ അത്രത്തോളം വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുത്ത് ബാബ്ദാദയെ വിളിക്കുക തന്നെ ചെയ്യണം.
അപ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മൾ യാതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതി നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. എന്ത് തന്നെ സംഭവിച്ചാലും വാവ് ബാബു, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഈ ഒരു നല്ല അനുഭവം, ഒരു പെർഫെക്റ്റ് അനുഭവം നമുക്ക് എല്ലായ്പ്പോഴും കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ബാബു വരിക തന്നെ ചെയ്യും. ബാബയുടെ വരിക എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശരിയാവുക തന്നെ ചെയ്യും. അപ്പോൾ സ്വയത്തെ ശക്തിശാലി വളരെയധികം ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ബാബയോട് കൊടുത്തിട്ട് തന്നെ ഉറങ്ങണം. ബാബ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം പാപകരങ്ങൾ സംഭവിച്ചു, അതെല്ലാം ബാബയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിശ്ചിന്തമായിട്ടുറങ്ങൂ. അപ്പോൾ നിങ്ങൾക്ക് ധർമ്മരാജപുരിയിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കും. ബാബയെല്ലാം എടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ബാബയുടെ കുട്ടികളുടെ വിശ്വാസം എന്തൊക്കെയാണോ നമ്മളെ ഭാരിച്ചതാക്കി മാറ്റുന്നത്, അതിനെയെല്ലാം നമ്മൾ ബാബയ്ക്ക് അർപ്പണമാക്കുക തന്നെ ചെയ്യണം, ബാബയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. പഠിത്തത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ചിന്തയും ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികളുടെ. അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. എന്തുകൊണ്ടെന്നല്ല, എനിക്കറിയാം എഡ്യൂക്കേഷൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും എഡ്യൂക്കേഷനിലല്ലേ, ഇപ്പോൾ അത് പൂർണ്ണമാവുകയാണ്. അപ്പോൾ അതിൻ്റെ മേൽ വളരെയധികം ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. ഇത് 100, 125 വർഷം, 150 വർഷത്തിൻ്റേതാണ് ഈ പഠിത്തമൊക്കെ. അതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യാതൊരു പഠിത്തവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ എത്രത്തോളം ഉള്ളവരായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ തന്നെ നോക്കൂ, സന്ത് തുക്കാറാം എത്ര പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ വാതിൽ പോലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറാഠിയിൽ അഭംഗ് എന്നാണല്ലേ പറയുന്നത്. എത്ര ഡീപ്പായിട്ടുള്ള ഫിലോസഫി ആയിരുന്നു അദ്ദേഹത്തിന്. തുളസീദാർ രാംചരിതമാനസ് എഴുതി. സന്ത് ജ്ഞാനേശ്വർ സൂർദാസ് കാഴ്ചയില്ലാത്ത ആളായിരുന്നു. ഹിന്ദിയുടെ ഏറ്റവും വലിയ കവിയായിട്ടാണ് അദ്ദേഹത്തെ മാനിച്ചിരിക്കുന്നത്. അതുപോലെ ചന്ദ്രസ് സാഹിത്യകാരന്മാർ എത്ര പേരുണ്ടായിരുന്നു, എത്ര പഠിച്ചിട്ടുണ്ടായിരുന്നു അവർ. കാളിദാസൻ പോലും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കബീറിനെ നോക്കൂ, എത്ര ഡീപ്പായിട്ടുള്ള ഫിലോസഫി ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ പഠിത്തം എന്ന് പറയുന്നത് വിസ്ഡം തരികയല്ല ചെയ്യുന്നത്, ജീവിതവും തരുന്നില്ല. കുറച്ച് ട്രാക്ക് മാറ്റിയെടുക്കുന്നു എഡ്യൂക്കേഷൻ്റെ. അപ്പോൾ ഇത് സമാപ്തിയുടെ സമയമാണ്. എല്ലാത്തിലും സഭ്യതയുടെ ആവശ്യമാണ്. ഇതും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഭാരരഹിതമായിട്ടിരിക്കൂ. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതല്ല കുട്ടികളുടെ മേൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. വേണേ പഠിക്കൂ, അല്ലെങ്കിൽ പഠിക്കണ്ട. അങ്ങനെ സംഭവിക്കാറില്ല. ഇന്നലെ ഒരു മാതാജി എൻ്റെ അടുത്ത് വന്നു. അവരുടെ കുട്ടി 7 വർഷത്തിൻ്റേതാണ്. അപ്പോൾ കുട്ടി പഠിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, ഈ കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് ഇതെല്ലാം സമാപ്തമാകാൻ പോവുകയാണ്, ഇനി പഠിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അമ്മ വിചാരെ എന്നെ നോക്കുകയാണ്, അപ്പോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതല്ല. പഠിത്തം എന്ന് പറയുന്നത് ഒരു വിവേകം തരികയാണ്. അപ്പോൾ നമ്മളുടെ വിവേകത്തെ ജാഗൃതി ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മേൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക തന്നെ ചെയ്യണം. നല്ല രീതിയിൽ പഠിക്കണം. എല്ലാ കുട്ടികൾക്കും പഠിക്കണം. അങ്ങനെയല്ല പഠിക്കേണ്ട. നല്ലതാണ് കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ടില്ലേ. സ്കൂളിൽ പോകാറുണ്ട്, വളരെ ചുസ്തരായിട്ടിരിക്കുന്നു തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം. ഇത് സൈക്കോളജിക്കലായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ ഉണ്ടാകാറുണ്ട്. മാനസിക രൂപത്തിലും ശാരീരിക രൂപത്തിലും വളരെ നല്ല മാറ്റങ്ങളും സംഭവിക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരരഹിതമായിട്ടിരിക്കണം, നിശ്ചിന്തമായിട്ടിരിക്കണം. ബാബയുടെ 2ാമത്തെ മഹാവാക്യം ഓർമ്മിക്കൂ. ഡ്രാമയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിശ്ചിന്തമായിട്ടുള്ളതാണ്. ഈ 3 കാര്യങ്ങളും നിശ്ചയം ഉണ്ട്. അപ്പോൾ നമുക്ക് നിശ്ചിന്തമായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നിശ്ചിന്തമാണ്. ഇംഗ്ലീഷിൽ വളരെ നല്ല കാര്യമുണ്ട്, പ്രീഡെസ്റ്റൈൻഡ്, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഭാരതത്തിൽ ഇതൊരു കഹാവത്തൊരു ചൊല്ലായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ബനി ബനായി, ഉണ്ടാക്കപ്പെട്ടത് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പട്ടയുടെ മുകളിലൂടെ പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനുവേണ്ടി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഡ്രാമയുടെ മേലിലും 5 കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. ഇതുപോലെ ഓരോ ആത്മാക്കൾക്കും അവരവരുടെ പാർട്ടാണ്, അവരവരുടെ ഭാഗ്യവുമാണ്. ഇത് ഓർമ്മ വയ്ക്കണം. ആത്മാക്കൾ നിങ്ങളുടെ പരിവാരത്തിൽ വന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു. ഇത് അവരാണ് വരുന്നത്. ആരോടാണോ നിങ്ങളുടെ വളരെ ഗഹനമായിട്ടുള്ള കർമ്മ ബന്ധനമുള്ളത് അല്ലെങ്കിൽ കർമ്മ കണക്കുള്ളത്, തെറ്റായാലും ശരിയായിട്ടുള്ളതായാലും ഞാൻ കാണാറുണ്ട്. ചില മാതാക്കൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നാറുണ്ട്. 3 വർഷത്തെ ഒരു കുട്ടി എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. ഞാൻ ചോദിക്കും, 3 വർഷത്തെ കുട്ടി നിങ്ങളെ എന്നെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. പറയും വളരെയധികം ദേഷ്യപ്പെടുന്നു. അവരുടെ ശബ്ദമാണ്. വളരെ ചെറിയ കേസുകളാണ് വരുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. എന്നെ ഇപ്പോൾ തന്നെ പച്ചയ്ക്ക് തിന്നും. കണ്ണുകൾ ഇത്രത്തോളം ഭാരിച്ചതാണ്. എന്തുകൊണ്ടാണ്? പറയൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട്. അവർ വളരെയധികം പെട്ടെന്ന് ശരിയാകാറുണ്ട്. നിങ്ങൾ ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആത്മാവാണ്. നിങ്ങൾ അതിന് കണക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ആ ആളാണ്. അതുകൊണ്ട് അവരോടുകൂടി ക്ഷമ ചോദിക്കൂ, യാചന ചെയ്യൂ. ഇത് 7 ദിവസം ചെയ്യൂ. ഈ കുട്ടി എപ്പോഴാണ് ഉറങ്ങുന്നത് അപ്പോൾ കൈ തൊഴുതുകൊണ്ട് ആ കുട്ടിയുടെ മുന്നിൽ നിൽക്കൂ. ഞാൻ അങ്ങയ്ക്ക് വളരെയധികം ദുഃഖം തന്നു, ഞാനത് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അത് സുഖിയ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ വളരെയധികം സ്നേഹം തരാം, ഞാൻ നല്ല രീതിയിൽ പാലന തരാം. ഇനി യാതൊരു തെറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അപ്പോൾ ആ കുട്ടി ഉറങ്ങിക്കിടക്കുന്ന സമയം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അത് വളരെയധികം ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ എന്ത് സങ്കല്പമാണോ നമ്മൾ കൊടുക്കുന്നത്, ആ കുട്ടി അത് പെട്ടെന്ന് ഗ്രഹണം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ചിലപ്പോഴൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കാറുണ്ട്. അതിശയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചാബിൽ ഒരു സഹോദരി വരുമായിരുന്നു. ഞാൻ സോഷ്യൽ വർക്കറായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്പാർക്കിൻ്റെ ക്ലാസ്സിൽ വന്നു. അപ്പോൾ അവരെന്നെ കേൾപ്പിച്ചു. ഒരു മാതാജിയുടെ ഗർഭത്തിൽ കുട്ടിയുടെ പൊസിഷൻ തലതിരിഞ്ഞതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മ പോവും, അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും. അപ്പോൾ അവർ ഇത് കേട്ടിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഇവരുടെ പക്കൽ എത്തിച്ചേർന്നു. ആരോ പറഞ്ഞു, ഒരു സഹോദരിയുണ്ട്, ജ്ഞാനമെടുത്തു ഇപ്പോൾ ബ്രഹ്മകുമാരിയുടെ, അവരിതിനു വേണ്ടി എന്തെങ്കിലും ഡയറക്ഷൻ തരിക തന്നെ ചെയ്യും. ഇവർ പറഞ്ഞു, ഈ അവരോടുകൂടി ക്ഷമ യാചിക്കണം. കുട്ടിയോടുകൂടി കൈ തൊഴുതുകൊണ്ട് ക്ഷമ യാചിക്കണം. നിങ്ങൾ എൻ്റെ വീട്ടിൽ ജന്മമെടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല സ്നേഹം തരാം, നല്ല പാലന തരാം. എന്തെല്ലാമാണോ എന്നോടുകൂടി തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങ് നമ്മളുടെ വീട്ടിൽ വളരെയധികം സന്തോഷവാനായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നും. 10 ദിവസത്തിന് ശേഷം സോനോഗ്രാഫി തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ പൊസിഷൻ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഇതാരാണ് ചെയ്തത്? ഇതെന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇത് ക്ഷമായാചന എന്ന് പറയുന്ന ഇത്തരത്തോളം സുന്ദരമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അവരെപ്പോഴാണ് ഉറങ്ങുന്നത്, കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാറുണ്ട് എല്ലാവർക്കും തൻ്റെ പരിവാരത്തിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ആർക്കാണ് ഇത് യൂസ് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് യൂസ് ചെയ്യുന്നത്, ഒന്നുകിൽ അവരുടെ പക്കൽ ഇരിക്കൂ. ബോംബെയിൽ കൂടുതൽ മുറികളൊന്നും ഉണ്ടാവുകയില്ല. എല്ലാവരെയും ആത്മാവിൻ്റെ രൂപത്തിൽ നോക്കൂ. കുറച്ച് സമയം വളരെ നല്ല വൈബ്രേഷൻ അവർക്ക് വേണ്ടി കൊടുക്കും. വൈബ്രേഷൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, ബാബയുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചു. അപ്പോൾ എന്നിൽ നിന്നും അത് എല്ലാവരുടെയും മേൽ പതിക്കുകയാണ്. പിന്നെ മനസ്സുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. ആദ്യത്തെ സങ്കല്പം ഇതായിരിക്കണം, നിങ്ങളെ എല്ലാവരും വളരെ നല്ല ആത്മാക്കളാണ്, നമ്മുടെ കുലത്തിൻ്റെ ദീപവുമാണ്, വെളിച്ചമാണ്, വളരെ നല്ല ആത്മാക്കളാണ്, നീ നല്ല കുലത്തിൽപ്പെട്ടവരാണ്. നിങ്ങളുടെ ഇവിടെ വരുന്നതിലൂടെ നമ്മളുടെ വീടിൻ്റെ ശോഭ തന്നെ വർദ്ധിച്ചു. അപ്പോൾ ഇതിനു മുമ്പിൽ നിങ്ങൾക്ക് എന്തെല്ലാം സങ്കല്പങ്ങൾ കൊടുക്കാൻ സാധിക്കും അതെല്ലാം കൊടുത്തുകൊള്ളൂ അവർക്ക് വേണ്ടി. അപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ സമയത്ത് ചെയ്യണം. അപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ അവരിൽ പരിവർത്തനം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ നല്ലൊരു വിധിയാണ്. അപ്പോൾ നമുക്ക് നിശ്ചന്തമായിട്ടിരിക്കുകയും വേണം, ചെയ്യുകയും വേണം. ഏതെങ്കിലും ഒരു ചിന്തയിലാണ് നമ്മൾ നമ്മളുടെ സമയം പോകുന്നത് എങ്കിൽ ഭാവിയിൽ നിന്നും നമുക്ക് സുഖം ഒരിക്കലും എടുക്കുവാൻ സാധിക്കുകയില്ല.
ചിന്തയാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ലോകത്ത്. എല്ലാ കളിയും ഇപ്പോൾ സമാപ്തമാകാൻ പോവുകയാണ്. ബാബ ചിരിച്ചും കളിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ദുഃഖങ്ങളെ ഹരിച്ച് സുഖം കൊടുക്കൂ. ഞാൻ എല്ലാവരുടെയും ദുഃഖം ഹരിക്കാൻ പോയി. ഈ ദുഃഖത്തിൻ്റെ ലോകത്തെ തന്നെ സമാപ്തമാവുകയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കുട്ടികളെല്ലാം സന്തുഷ്ടനായിരിക്കട്ടെ. എല്ലാവരും വിനാശം സംഭവിച്ച് ബാബയുടെ അടുത്ത് പോകാറില്ല. ഇപ്പോൾ ബാബയ്ക്ക് വളരെയധികം സന്തോഷം തോന്നും. എന്തുകൊണ്ടെന്നാൽ വളരെയധികം ദിവസങ്ങളായിട്ട് എൻ്റെ കുട്ടികളെല്ലാം ദൂരെ ഇരുന്നില്ലേ. അപ്പോൾ വിനാശം എന്ന് പറയുന്നത് ബാബയ്ക്കൊരു കളിയാണ്. അപ്പോൾ അനേക പ്രാവശ്യം ബാബ ഈ കളി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും അനന്ത പ്രാവശ്യം അല്ലെങ്കിൽ 10,000 പ്രാവശ്യം ബാബ ഈ കളികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10,000 പ്രാവശ്യം ഈ കളി കണ്ടിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും തോന്നുക? ഒന്നും തോന്നുകയില്ല. അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. നമ്മളും കണ്ടിട്ടുള്ളത് തന്നെയാണ്. കുറച്ച് സമയം തൻ്റെ സ്മൃതിയെ ഒന്ന് ജാഗൃതമാക്കണം, ഒന്ന് ഉണർത്തണം. അപ്പോൾ സംഗമയുഗത്തിൽ നമുക്ക് കുറച്ചൊരു ശക്തി പ്രയോഗിക്കണം. ബാബ സാകാരത്തിലുള്ളപ്പോൾ ഇത് രാത്രി ക്ലാസ്സിൽ ഇത് പറയുമായിരുന്നു. കുട്ടികളെ, അച്ഛനിൽ നിന്നും രാജ്യ പദവി പ്രാപ്തമാക്കുവാൻ വേണ്ടി 20 നഖത്തിൻ്റെ ശക്തി നിങ്ങൾ കാട്ടണം. ബ്രഹ്മബാബ ഇതിനു വേണ്ടി ശക്തി കാണിച്ചിരുന്നു. അങ്ങനെയല്ല വിശ്വമഹാരാജനായത്. അപ്പോൾ അടുത്ത ദൈവമായി മാറിയത്, അടുത്ത ഭഗവാനായി മാറി, ഭാഗ്യവിധാതാവായി മാറി. ബ്രഹ്മബാബയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ നമ്മളും അത്രത്തോളം ശക്തി വിനിയോഗിക്കണം. അപ്പോൾ നമ്മൾക്ക് വ്യർത്ഥത്തിൽ മുക്തമാണ്, ജ്ഞാനത്തിൽ കൊണ്ട് ശക്തിശാലിയാകണം. ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട്. ബാബു വളരെ മുന്നിൽ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. തൻ്റെ 4 വശത്തും ശക്തികളുടെ ഒരു ആഭാമണ്ഡലം, ഓറ എന്ന് പറയുന്നു. ഇതുകൊണ്ട് നമുക്ക് അനേക പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കി വയ്ക്കുവാൻ സാധിക്കും, സേഫായി വയ്ക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ സമയത്ത് ഇത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അലഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ പ്രകോപനം ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ആരും ഇത് ഭയപ്പെട്ടു പോകുകയൊന്നും വേണ്ട. സെൻറ്ററുകളിലും വളരെയധികം സംഭവിക്കുന്നുണ്ട്. ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, ഈ സെൻറ്ററുകൾ, ഈ ആത്മാക്കൾ ദുഃഖം കൊടുക്കാനല്ല വരുന്നത്, അവർ ശാന്തി എടുക്കുവാൻ വേണ്ടിയാണ് വരുന്നത്, മുക്തി എടുക്കുവാൻ വേണ്ടിയാണ്. ചിലരാണെങ്കിൽ പ്രവേശനം ചെയ്ത് ആത്മാക്കളോട് പറയാറുണ്ട്, നമുക്ക് മുക്തി വേണം, നിങ്ങൾ മാത്രമേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹോദരിമാർ യോഗ അഭ്യാസം ചെയ്തു, മുക്തി ആയി. അതിനുശേഷം അവർക്ക് ആശംസ കൊടുത്ത് പോയ ആത്മാക്കളുണ്ട്. അപ്പോൾ നമുക്ക് അതിനോട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ 4 വശത്തും പവർഫുള്ളായിട്ടുള്ള ആഭാമണ്ഡലം, പ്രകാശ വലയം, നമ്മളുടെ വീടിനെ പോലും ആ പ്രകാശ വലയത്തിൽ ബന്ധിക്കുവാൻ സാധിക്കണം. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നും ശക്തിയുടെ ചുവന്ന കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വീടിൻ്റെയും 4 വശത്തും ഈ കിരണങ്ങൾ കൊണ്ട്, മൊത്തം വീടും ഈ കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ആഭാമണ്ഡലത്തിൽ ഇതിൽ പോയി തെറ്റായ ഒരു ആത്മാവ് പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ നിശ്ചിന്തമായിട്ടും നമുക്ക് ഇത് കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റേത് നിൻ്റേതിലോട്ട് പരിവർത്തനം ചെയ്യണം. ഇത് നല്ലൊരു അഭ്യാസമാണ്. വളരെയധികം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. വളരെയധികം അസുഖങ്ങൾക്ക് പെട്ടുപോകാറുണ്ട്. അപ്പോൾ മനുഷ്യർ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ ഭാവിക്ക് അർപ്പണം ചെയ്യുകയാണ് എങ്കിൽ സുപ്രീം സർജനാണ്. ഞാൻ ചെയ്യാറുണ്ട്. ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങളുടെ അസുഖം ശരിയാക്കാൻ വന്നിരിക്കുകയല്ല. പക്ഷേ എല്ലാവരും ബാബയോട് പറയാറില്ലേ, ബാബ എന്നെ ശരിയാക്കൂ. അപ്പോൾ അത് ചെയ്യുകയല്ല, പറയൂ അടുത്ത വഴി എന്ന് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ബാബ തൻ്റെ അസുഖത്തെ പോലും ബാബയുടെ കൈകളിൽ കൊടുത്തേക്കൂ. അപ്പോൾ സർജൻ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ ബാബ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. എനിക്കാണെങ്കിൽ ഇതിൻ്റെ വലിയ അനുഭവങ്ങളാണുള്ളത്. ഒരു 100 അനുഭവത്തോളം എനിക്കുണ്ട്. ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്. പറയും, സുപ്രീം സർജൻ അങ്ങ് തന്നെയാണ് ഇതിന് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ലഭിക്കുക തന്നെ ചെയ്യും. അതിലൂടെ എല്ലാം ശരിയാവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ, പ്രതിബന്ധനങ്ങൾ ഉണ്ടാകാറുണ്ട്, സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഭാവിക്ക് അർപ്പണം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് നല്ല വൈബ്രേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതം നിശ്ചിന്തമാകും.
പിന്നെ നമ്മളുടെ ഈ ലോകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. മാസ്റ്റർ ഫക്കീർ, ദാദി ജാനകിക്ക് വേണ്ടി ബാബു പറയുമായിരുന്നു, നിശ്ചിന്ത ചക്രവർത്തി, യാതൊരുവിധ ചിന്തയുമില്ല. അപ്പോൾ വിനാശത്തിൻ്റെ സമയത്ത് ഭയാനക സ്റ്റേജുകളുണ്ടാകും, പക്ഷെ നമ്മളുടെ റോൾ ഉണ്ടായിരിക്കും. പറയൂ, എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ റോളായിരിക്കും നമ്മളുടേത്. സുരക്ഷയും കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതായിരിക്കും. ഞാൻ വിദേശത്ത് 2-3 ദിവസം മുൻപ് ക്ലാസ് എടുത്ത സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം, പരസ്പരം 2 ടോപ്പിക്ക് തരും അങ്ങ്. ഞാൻ അവസാനത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ യോഗം ചെയ്യണം. അപ്പോൾ ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. എനിക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. വിനാശ സമയത്ത് നമ്മളുടെ പാർട്ട് എന്താണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കൂ. മനസ്സിലായോ? തൻ്റെ പാർട്ട് സ്വയം ഉണ്ടാക്കൂ. ഇങ്ങനെയല്ല ബാബ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു, അതിൽ സമർപ്പണ ഭാവമില്ല. നമുക്ക് നമ്മളെ തയ്യാറാക്കണം. ഓരോരുത്തരും ഭാവി സങ്കല്പങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ മഹാവിനാശ കാലത്തിൽ ഈ പാർട്ടാണ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എനിക്ക് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സാക്ഷാത്കാരം ചെയ്യിപ്പിക്കണം. മാനസിക രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ മരുന്നുകളുമില്ല. വൈബ്രേഷൻസ് കൊടുത്ത് അതിനെയെല്ലാം ശരിയാക്കുക തന്നെ ചെയ്യണം, നേരെയാക്കുക തന്നെ ചെയ്യണം. ഞാൻ 5 കാര്യങ്ങളാണ് വച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചായിട്ട് കേൾപ്പിക്കാം. ചിലർക്കാണെങ്കിൽ ഗണേശനാകണം, വിനാശകൻ. ബോംബെയിലെ ഒരു ജഡ്ജി വന്നിരുന്നു. ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, ഈ ഗണേശിയാണെങ്കിൽ ഒന്നല്ലേ, ഈ വിനായകൻ എന്ന പേരിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ആട്ട്മഞ്ചിൽ അങ്ങനെയുള്ളതുണ്ട്. ഈ 8 ഗണേശ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ അങ്ങക്ക് കുറച്ച് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പുള്ളി കേട്ടു. അപ്പോൾ അവസാനം കാര്യങ്ങളൊക്കെ കേട്ടു, ഈ ശബ്ദങ്ങൾ. അപ്പോൾ ചിലരാണെങ്കിൽ വിനാശകൻ്റെ പാട്ട് അഭിനയിച്ചു. ചിലരാണെങ്കിൽ തൻ്റെ ദൃഷ്ടിയിലൂടെ രോഗനിവാരകൻ ആക്കുവാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്തു, ദൃഷ്ടി കൊടുത്തു. അപ്പോൾ ആ ദൃഷ്ടി കിട്ടിയതിലൂടെ അവരുടെ രോഗമില്ലാതായി. ചിലർ വൈബ്രേഷൻ കൊടുത്തു. അപ്പോൾ ചിലരെ ഉറക്കാറുണ്ട്. അവർ ഉറങ്ങുകയില്ല ആരും. മരുന്നുകളുമില്ല. ഇത്രയും മരുന്നിൻ്റെ ആവശ്യകതയുണ്ട്, പക്ഷേ എവിടെ നിന്ന് കൊണ്ടുവരും? ലഭിക്കുക പോലും ചെയ്യുകയില്ല. അതുപോലെ വാക്സിൻ ലഭിക്കുന്നില്ല, ഓക്സിജൻ ലഭിക്കുന്നില്ല, ഉറങ്ങുന്നതിൻ്റെ മരുന്ന് ഒരിക്കലും ലഭിക്കുകയില്ല. ചിലരാണെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം ഹരിക്കുന്നവരായി മാറുന്നു. ചിലരാണെങ്കിൽ സിദ്ധിദാതാവായി മാറുന്നു. ചിലർ വരദാനം കൊടുക്കുന്നവരായി മാറുന്നു. അപ്പോൾ 8 അഷ്ടരത്നങ്ങൾ തന്നെയാണ്. ഇവരുടെ പാട്ടും വെവ്വേറെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവർക്കും പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഇത് ചെയ്യുക തന്നെ ചെയ്യണം. സിദ്ധി വിനായക്. അപ്പോൾ സിദ്ധി കൊടുക്കണം. സിദ്ധി ആർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? ആർക്കാണോ വളരെയധികം വലിയ സമയം, നീണ്ട സമയം ഈ ഒരു അഭ്യാസം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് യോഗം ചെയ്യാം. വളരെ ശക്തിശാലിയായ യോഗം ചെയ്യാം. ഈ അഭ്യാസം നമുക്ക് എല്ലാ ദിവസവും ചെയ്യണം. സുന്ദരമായ സ്വമാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. ബാബയുടെ മഹാവാക്യം, സ്വമാനം കൊണ്ട് അണിഞ്ഞ് ഒരുങ്ങി എൻ്റെ പക്കൽ വരൂ.